തിരുവനന്തപുരം പൗടിക്കോണത്ത് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തെളിവെടുപ്പിനായി പൗടിക്കോണത്തെ വീട്ടിൽ എത്തിച്ചു. ഇതിനിടയിൽ വീണ്ടും വെല്ലുവിളി ഉയർത്തുകയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യും, അത് തുടരും എന്നാണ് പ്രതികരണം. നമുക്ക് വീണയിലേക്ക് പോകാം. വീണ, രാഹുൽ ഈശ്വർ ഇതുകൊണ്ടൊന്നും തന്നെ പഠിക്കില്ല, താൻ വീണ്ടും വീഡിയോ ചെയ്യും. പലർക്കും പലരെയും അനുകൂലിച്ച് വീഡിയോകൾ ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പക്ഷേ അതിര് കടക്കുമ്പോഴാണ് പ്രശ്നം. അതിര് കടന്നതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലായതും ഇപ്പോൾ തെളിവെടുപ്പൊക്കെ നടക്കുന്നതും. ലാപ്ടോപ്പ് അടക്കമുള്ളവ പിടിച്ചെടുക്കുകയായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ എങ്ങനെയാണ് പരിശോധന? എത്ര സമയം ആകുന്നു? പറയൂ വീണ. രാഖി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം പൗടിക്കോണം ശ്രീകാര്യത്തെ എനിക്ക് പിന്നിലായി കാണുന്ന യാഗ് എന്ന വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് സമയമാകുന്നു. വീടിൻ്റെ അകത്ത് രാഹുൽ ഈശ്വറിനെ കയറ്റിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ സ്റ്റുഡിയോയും തയ്യാറാക്കിയിരിക്കുന്നത്. ആ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വീഡിയോകൾ, അതായത് അതിര് കടക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും അത്തരത്തിലുള്ള ഉള്ളടക്കവുമാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നിരന്തരമായി അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാട് ആണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അതിജീവിതയുടെ വ്യക്തിത്വം അടക്കം ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള മോശം പരാമർശങ്ങളും രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ പോലീസ് പിടികൂടിയത്. രാഹുൽ ഈശ്വർ പിടികൂടിയ സമയത്ത് രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന, ഈ വീടിന് തൊട്ട് സമീപത്തായി കാണുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് രാഹുൽ ഈശ്വർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ആ സ്റ്റെപ്പുകൾ നമുക്ക് ദൃശ്യത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് രാഹുൽ പറയുന്നത്, അതായത് പോലീസ് തന്നെ പിടികൂടാൻ എത്തിയിരിക്കുന്നു, തൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ആ ലാപ്ടോപ്പ് താൻ ഒളിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിക്ക് തനിക്ക് ചർച്ചയുണ്ടാകുമെന്ന്, ആ ചർച്ചയിൽ തന്നെ എത്തിയില്ലെങ്കിലും താൻ എത്താതിരുന്നാൽ പോലീസിൻ്റെ പക്കലാണെന്ന് സ്ഥിരീകരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ അത്തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് പിടികൂടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ, താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ യാതൊരു കൂസലുമില്ലാതെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസവും ഇന്നും അടക്കമൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് യാഗെന്ന വീട്ടിൽ കൊണ്ടുവന്ന് വീടിൻ്റെ അകത്തേക്ക് പരിശോധന നടത്തുമ്പോൾ ലാപ്ടോപ്പ് അടക്കമുള്ളവയാണ് പോലീസ് പരിശോധിക്കുന്നത്. മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ ഇലക്ട്രിക് ഉപകരണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ, പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പേ രാഹുൽ പ്രതികരണം നടത്തിയത് വെല്ലുവിളിയായിരുന്നു പോലീസിന് നേർക്കും, ഒപ്പം തന്നെ പൊതുസമൂഹത്തിന് നേർക്കും. ഒപ്പം തന്നെ അതിജീവിതം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് രാഹുൽ നടത്തിയത്. അതായത് താൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വീഡിയോകൾ ഇനിയും ചെയ്യുമെന്നുള്ള വെല്ലുവിളിയാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പരിശോധനയ്ക്കായിട്ട് ഉള്ളിലേക്ക് പോയത്. മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി നടത്തുകയും താൻ ചെയ്ത കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്നുള്ളൊരു വെല്ലുവിളി കൂടിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണും അടക്കം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പ് അടക്കം കേന്ദ്രീകരിച്ചുള്ള, അതായത് ഈ വീഡിയോ ചിത്രീകരിച്ചുള്ള ലാപ്ടോപ്പ് അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശോധന പൂർത്തിയാക്കി തെളിവുകൾ ലഭിച്ചതിന് ശേഷം, ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയതിന് ശേഷം, തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ റിമാൻഡിൽ പോകാനുള്ള സാധ്യത ഏറെയാണ്. രാഖി, എന്തായാലും വീണ ചൂണ്ടിക്കാട്ടിയത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ ഒരു വീഡിയോ ലൈവായി തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, എന്നെ അവർ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു, ഞാൻ ഈ ലാപ്ടോപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒളിപ്പിച്ച ആ വസ്തുവാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുക്കാനായി ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ആ വീട്ടിൽ കുടുംബം ഉണ്ടായിരുന്നോ, കുടുംബം മറ്റെവിടെയെങ്കിലും ആയിരുന്നോ, എന്താണ് നിലവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം? അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ? അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിനെ ഇവിടെ എത്തി അല്പസമയങ്ങൾക്ക് ശേഷമാണ് രാഹുലിൻ്റെ കുടുംബം ഇങ്ങോട്ടെത്തിയത്. കുടുംബം എത്തിയ സമയത്ത് തന്നെ പ്രതികരിച്ചിരുന്നു. അതായത് എന്താണ് നടക്കുന്നതെന്ന് തനിക്കറിയില്ല, താൻ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കട്ടെ എന്നാണ് രാഹുലിൻ്റെ ഭാര്യ ദീപയടക്കം പ്രതികരിച്ചത്. രാഹുലിൻ്റെ കുടുംബം അടക്കം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാരുടെ നേതൃത്വത്തിൽ, വലിയൊരു പോലീസ് സേനയുടെ നേതൃത്വത്തിൽ തന്നെ പരിശോധന നടത്തുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ പരിശോധന നടക്കുന്നതെന്ന് മനസ്സിലാക്കി നിരവധി മാധ്യമപ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരടക്കം നിരവധി പേർ ഈ ഒരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. രാഹുൽ അടക്കം കഴിഞ്ഞ ദിവസം ഈ ഒരു പോലീസ് പിടികൂടുന്ന
കൂടുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുകയും ലാപ്ടോപ്പ് എവിടെയെന്ന് അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ലാപ്ടോപ്പ് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിന് സമീപം തൻ്റെ ഒരു ഓഫീസുണ്ട്, അവിടെയൊക്കെ വെച്ചിരിക്കുന്നു എന്നുള്ള വാദമൊക്കെയാണ് നിരത്തിയത്. എന്നാൽ ഫോൺ കേന്ദ്രീകരിച്ച് ഫോൺ അടക്കം പിടിച്ചെടുക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യം ചെയ്തപ്പോഴാണ് ലാപ്ടോപ്പ് വീട്ടിലുണ്ട് എന്ന് രാഹുൽ പറയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇവിടെ തന്നെയാണ് രാഹുലിൻ്റെ സ്റ്റുഡിയോ ഉള്ളത്. ആ സ്റ്റുഡിയോയിൽ നിന്നാണ് വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയാണ്. രാഗി, കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു എന്ന് തോന്നുന്നു അല്ലേ? ചില നിർണായക വിവരങ്ങൾ കൂടി ചോദിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കയ്യിൽ കവറും മറ്റും സാധനങ്ങളുമായാണ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത് ലാപ്ടോപ്പ് ആണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പരിശോധന നടക്കുന്നതിനാൽ തന്നെ മറ്റാരെയും വീടിൻ്റെ ഉള്ളിലേക്ക്, ഈ ആകുന്ന വീടിൻ്റെ ഉള്ളിലേക്ക്, രാഹുൽ ഈശ്വറിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഗേറ്റ് അടച്ചിട്ടിരിക്കും. അനുമതി ഉള്ളവർക്ക് മാത്രം, ഇതുമായി ബന്ധപ്പെട്ടുള്ളവരെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും രാഹുലിൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ തന്നെ രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് കരുതുന്ന ഒരു വ്യക്തി കൂടിയാണ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. രാഖി, എന്തായാലും രാഹുൽ ഈശ്വറിന്റെ വീട്ടിലാണിപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഈ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് ഈ വീട്ടിലെ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടാണ്. അവിടെ നിന്ന് ആ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുക, ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഈ പരിശോധനയ്ക്ക് പിന്നിൽ. വീണയാണ് നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വീണ, രാഹുൽ, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും ഞാൻ പിന്തുണയ്ക്കും, ഞാൻ ഇനിയും വീഡിയോകൾ ചെയ്യും, ആ ഒരു വെല്ലുവിളി അദ്ദേഹം ഉയർത്തിയല്ലോ, അതേക്കുറിച്ച് കൂടി. തീർച്ചയായും പരിശോധനയ്ക്കായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. താൻ ചെയ്തത് കുറ്റമാണെന്ന് മനസ്സിലായിട്ട് പോലും അത്തരത്തിലുള്ളൊരു കുറ്റബോധമോ ഒന്നും രാഹുലിൻ്റെ ഭാഗത്തില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന വീഡിയോകൾ ഇനിയും ചെയ്യുമെന്നാണ് രാഹുൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതും പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നേ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യുമെന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ രാഹുൽ നടത്തിയിരിക്കുന്നത്. ഈ ഒരു വെല്ലുവിളി പൊതുസമൂഹത്തോടുള്ളൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, അതായത് അതിജീവിതയടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇടുമ്പോൾ അത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ, അതായത് താൻ ചെയ്യുന്നത് ശരിയാണെന്ന് വാദിക്കാനാണ് രാഹുൽ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ പ്രതികരണം ഒന്ന് കണ്ടതിന് ശേഷം മടങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. എന്തായാലും അദ്ദേഹത്തെ തെളിവെടുപ്പിനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആരെയും അനുകൂലിക്കാം, പ്രതികൂലിക്കാം. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പോലീസ് തിരയുന്ന ഒരു പ്രതിയാണ്, ലൈംഗിക പീഡന കേസിലെ മുഖ്യ പ്രതിയാണ്. അതും അതിക്രൂരമായ ബലാത്സംഗം, ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് വിധിയാകുന്നു, എന്നിട്ട് ഉടനടി ഒളിവിൽ പോകുന്നു. സാധാരണക്കാരനല്ല, ഒരു ജനപ്രതിനിധിയാണ്. എന്തായാലും ആ വ്യക്തിയെ താൻ ഇനിയും അനുകൂലിക്കും. പൊതുസമൂഹം തന്നെ എതിരായി നിൽക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരന്തരം വീഡിയോകൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, ആ അതിജീവിതയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്നു. ആ പെൺകുട്ടിയെ ജീവിക്കാൻ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ പെൺകുട്ടി മാനസികമായി തളർന്ന്, ശാരീരികമായി തളർന്ന് ഒടുവിൽ നിയമ സംവിധാനത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. തുടർന്നാണ് രാഹുൽ ഈശ്വറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും. എന്തായാലും വീണ, നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഇന്നലെ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എന്നെ അവർ വിട്ടയക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണില്ല, അഥവാ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും. ഇനി അവർ എൻ്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഞാൻ അത് ഒളിപ്പിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ പ്ലാനൊക്കെ അമ്പേ പാളിപ്പോയി. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. അതാണ് രാഹി, ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗ് എന്ന
ഈ ഒരു വീട്ടിലാണ് തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ആ ഒരു സ്റ്റുഡിയോയിലെ ദൃശ്യങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു മുറിക്കുള്ളിലാണ് രാഹുൽ ഈശ്വർ വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചാനൽ ചർച്ചകളിലൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലും അടക്കം നിരന്തരം അതിരുവിടുന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരുന്നത്. തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരുവിധ കുറ്റബോധവും ഇല്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളടക്കം അതിജീവിത ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോഴും യാതൊരു കൂസലും ഇല്ലാതെയാണ് ആ വീഡിയോ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വീഡിയോയിലടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പോലീസ് ഇവിടെ എത്തുന്നു. പോലീസ് എത്തുന്ന സമയത്തും ആ ഒരു വീഡിയോ ആ ഒരു ഭാഗത്ത് വെച്ച് ചിത്രീകരിക്കുന്നു. വീഡിയോയിൽ മറ്റൊരു വീഡിയോ ചിത്രീകരിക്കുന്നു. തന്നെ പോലീസ് കൊണ്ടുപോവുകയാണ്. തന്നെ പോലീസ് കൊണ്ടുപോകുമ്പോൾ തിരിച്ചെത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്നുള്ളതാണ്. ലാപ്ടോപ്പ് ഇവിടെ ഒളിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളടക്കം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അടക്കം രാഹുൽ മറച്ചു പിടിക്കുവാനുള്ള ശ്രമം അടക്കം രാഹുൽ നടത്തിയിരുന്നു എന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് രാഖി. ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ, അതായത് അതിജീവ സധൈര്യം നിയമപോരാട്ടത്തിന് ഇറങ്ങുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന അതിദാരുണമായ അതിദുരന്തമായിട്ടുള്ള അനുഭവങ്ങൾക്കെതിരെയാണ് നിയമപോരാട്ടത്തിനായി ഇറങ്ങുന്നത്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് അതിജീവിത അത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതായത് സ്ത്രീകൾക്കെതിരെ ഉയരുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടാനുള്ള ആർജവം സ്ത്രീകൾക്ക് വേണമെന്നുള്ളൊരു സന്ദേശം കൂടിയുണ്ട്. അത്തരത്തിൽ അതിജീവിത ആർജവുമായി നിയമ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ സമൂഹത്തിൽ തന്നെ തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ ആരോപണ വിധേയനാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായ തെളിവുകളടക്കം പ്രതിയെക്കുറിച്ചുള്ള തെളിവുകളടക്കം ഇതിനോടകം തന്നെ അതിജീവിതം നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ തെളിവുകളടക്കം നിൽക്കുമ്പോഴും ഡോക്ടർമാരുടെ മൊഴിയടക്കം അത് സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അതിജീവിതയുടെ വ്യക്തിത്വം, ഒപ്പം തന്നെ അതിജീവിതയുടെ തുടർന്നുള്ള ജീവിതത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഹനിക്കുന്ന രീതിയിൽ, അധിക്ഷേപിക്കുന്ന രീതിയിൽ, വളരെ മോശമായ രീതിയിൽ വീഡിയോകൾ ചിത്രീകരിച്ച് തുടരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ട് അതിജീവിതയെ വീണ്ടും വേട്ടയാടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ചില കാര്യങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന എന്ത് സന്ദേശമാണെന്ന് കൂടിയുണ്ട്. മാത്രമല്ല അതിജീവിതയുടെ അടക്കം വേട്ടയാടപ്പെടുമ്പോൾ അത് അതിജീവിതയ്ക്കുണ്ടാകുന്ന മനോവിഷയങ്ങൾ, ഒപ്പം തന്നെ സമൂഹത്തിലുണ്ടാകുന്ന അവമതിപ്പ്, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. അതിനാൽ തന്നെയാണ് അതിജീവിത ഈ അപകീർത്തിക്കെതിരെ, അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപോരാട്ടവുമായി മുന്നിട്ട് വന്നതും. എന്നാൽ ഈ അധിക്ഷേപത്തിന് പരാതിയുമായി വരികയും റിമാൻഡ് ലഭിക്കാനുള്ള, അതുപോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പുകളടക്കമുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് രാഹുൽ ഈശ്വറിന് ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്നത്. അത്തരത്തിൽ അന്വേഷണവുമായി പോലീസ് സംഘം മുന്നോട്ട് പോകുമ്പോഴും യാതൊരു കൂസലുമില്ല എന്നുള്ളതാണ്. വെല്ലുവിളി അടക്കം രാഹുൽ നടത്തുന്നു. താൻ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമെന്നുള്ള വെല്ലുവിളിയാണ് രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഉപകരണം, അതായത് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുവാനും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുവാനും ഒപ്പം തന്നെ ഐഡൻറ്റിറ്റി അടക്കം പുറത്ത് കൊണ്ടുവരുന്നതിനുള്ള ചില തെളിവുകളുമൊക്കെ രാഹുൽ ഈ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതടക്കമുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം അടുക്കുന്നു. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട്. ചില കുടുംബക്കാരടക്കം അകത്തുണ്ട്, മറ്റുദ്യോഗസ്ഥരുണ്ട്. കൃത്യമായി തന്നെ വിവരങ്ങൾ ചോദിച്ചറിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശോധന പുരോഗമിക്കുകയാണ്. കുടുംബമടക്കമുണ്ട്, അതായത് ലാപ്ടോപ്പ് വഴിയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത്, അതിനുള്ള തെളിവ്, മറ്റു കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ തെളിവെടുപ്പിന് ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം രാഹുൽ ഈശ്വറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൈബർ അധിക്ഷേപ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സന്ദീപ് വാര്യരും അറസ്റ്റ് സന്ദീപ് വാര്യരും മണക്കുന്നുണ്ട് എന്നുള്ളതാണ്.